വാട്ട് എവർ ദ കോഴ്സ് ഹാഡ് പ്രോമിസ്ഡ്, ലൈക്ക് ഒരു വളരെ ട്രാൻസ്ഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും എന്നുള്ളത്, അത് 100% ഐ കുഡ് എക്സ്പീരിയൻസ് ഇറ്റ് ഹിയർ. കാര്യം ഇത് ഇറ്റ് ഹാസ് ദ പൊട്ടൻഷ്യൽ ടു കൈൻഡ് ഓഫ് ട്രാൻസ്ഫോം മൈ ബീയിങ്. പലരും എന്നോട് ചോദിക്കാറുണ്ട് എന്താണ് ഇങ്ങനെ എല്ലാ റിട്രീറ്റിനും പോകാനുള്ള കാരണം എന്താണ് എന്ന് ചോദിച്ചിരുന്നു. ഒന്നെന്ന് വെച്ചാൽ എനിക്ക് ഈ റിട്രീറ്റ് വരുന്ന സമയത്ത് ഒരു സത്സംഗത്തിൻ്റെ ഒരു ഫീലാണ് കിട്ടുന്നത്. രണ്ടാമത് നമ്മുടെ വീട്ടിലേക്ക് നമ്മുടെ അമ്മയുടെ അടുത്ത് പോകാറില്ല നമ്മൾ. ആ സമയത്ത് നമുക്ക് കിട്ടുന്ന ഒരു കംഫർട്ട്, ഫ്രീഡം, പീസ്, അതൊക്കെ നമുക്ക് ഈ റിട്രീറ്റിലേക്ക് വരുന്ന സമയത്ത് എനിക്ക് കിട്ടാറുണ്ട് എന്നുള്ളതാണ്. അതെനിക്ക് നന്നായി ഫീൽ ചെയ്യാറുണ്ട്. ആക്ച്വലി കുറേ ആഗ്രഹങ്ങളും വിഷമങ്ങളും ഓവർ തിങ്കിങ്ങും പലതുമായിട്ടാണ് വന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നു എൻ്റെ ഐഡൻറ്റിറ്റീനെ തന്നെ കംപ്ലീറ്റ് മാറ്റി മറിക്കുന്ന രീതിയിലുള്ള ഒരു ക്ലാസ് കിട്ടിയതോടുകൂടി ഞാനാണോ ഞാൻ എന്നുള്ളത് എന്ന അന്വേഷണത്തിലേക്കാണ് ഇനി എൻ്റെ ജേർണി. ഫസ്റ്റ് ഓഫ് ഓൾ ഉണ്ണികൃഷ്ണൻ സാർ എന്ന് പറഞ്ഞ ഒരാൾ എൻ്റെ ലൈഫിൽ എൻ്റെ ഡിസിഷൻസിൽ അൺനോയിങ്ലി ഭയങ്കര ഇമ്പാക്റ്റ് ഉണ്ടാക്കിയ ഒരാളാണ്. സാറിൻ്റെ ബഡോയിങ് ടെക്നിക്കാണ് എൻ്റെ ലൈഫിലൊരു മേജർ ഡിസിഷൻ എടുക്കാൻ എന്നെ ഹെൽപ്പ് ചെയ്തത്. അത് ഒരു പ്രാവശ്യമല്ല, 2 പ്രാവശ്യം എനിക്ക് അപ്രതീക്ഷിതമായി മാജിക്കൽ റിസൾട്ട്സ് തന്നു എന്ന് തന്നെ വേണം പറയാൻ. അപ്പോൾ സാറിനെ ഞാൻ അങ്ങനെ വീഡിയോസിൽ കൂടെ ഫോളോ ചെയ്ത് വന്നിരുന്നു. First of all, we all came together a day before, yesterday only. But today I feel that maybe we were here for years. That kind of a togetherness is something, or maybe we are one kind of a feeling I have personally. ഇവിടെ വരുന്നതിന് ഒരു 2 ദിവസം മുന്നേ വരെ എനിക്ക് ഉറപ്പില്ലായിരുന്നു എനിക്ക് വരാൻ പറ്റുമെന്ന്. പല പ്രശ്നങ്ങളും, എൻ്റെ ഹെൽത്ത് ഡൗൺ ആയി, അങ്ങനെ കുറേ പ്രോബ്ലംസ് ഉണ്ടായി. പക്ഷെ ഇവിടെ വന്ന് ഓരോരുത്തരുടെ കാര്യങ്ങളും കേൾക്കുമ്പോൾ ഞാൻ ഒരുപാട് ഇൻസ്പയർഡ് ആയി. അതേപോലെ തന്നെ ഓരോ കോൺസെപ്റ്റ് സാർ എത്ര സിമ്പിളായിട്ട് നമുക്ക് പറഞ്ഞു തരുമ്പം സാധാരണക്കാരായ നമുക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ടെങ്കിൽ അഫ്കോഴ്സ് നമുക്കും ആ ഒരു പ്രോസസ്സ് നമുക്ക് ഇനിയും കൊണ്ടുപോകാൻ പറ്റും, ഇനിയും ഡെവലപ്പ് ആവാൻ പറ്റും. രമണ മഹർഷി ആരിലൂടെ സംസാരിക്കുന്നു? സാറിലൂടെ സംസാരിക്കുകയാണ്. ഈ മുത്തുകൾ ഇങ്ങനെ പൊഴിഞ്ഞുകൊണ്ടിരിക്കുക. അത് എവിടെ നിന്നാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് രമണ മഹർഷിയുടെ അനന്തതയിൽ നിന്നൊക്കെ ഇങ്ങനെ പൊഴിഞ്ഞുകൊണ്ടിരിക്കുക. ഇതെല്ലാം നമ്മൾ ഉൾക്കൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അത് ഇത്ര ലളിതമായിട്ട്, കാര്യം ഞാൻ ആദർ ഓസ്ബോണിൻ്റെയും പല പുസ്തകങ്ങളും ഞാൻ വായിച്ചിട്ടുണ്ട്. അപ്പോൾ രമണ മഹർഷിയുടെ ഈ കോൺസെപ്റ്റ്സ് ഇത്രയും ലൈക്ക് സിംപ്ലിഫൈ ചെയ്ത് പറയുക എന്ന് പറയുന്നത് ഇറ്റ്സ് ലൈക്ക് സാറിനോട് ഞാൻ ആക്ച്വലി ഐ എം ഇൻഡെറ്റഡ്. അത് ഞങ്ങളെല്ലാവർക്കും വേണ്ടി ഞാൻ നന്ദി പറയുകയാണ്. എത്ര ബ്യൂട്ടിഫുൾ ആയിട്ട് ആ ഒരു മെസ്സേജ് കൺവേ ചെയ്യുക എന്നുള്ളത്. യു മെയ്ഡ് ഇറ്റ് സോ മച്ച് മോർ ആക്സസിബിൾ.